സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഇത്തിരി താമസിച്ചു പോയി. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റിവ്യൂ കേട്ടോ. അപ്പോൾ അലീനെ പോയതിന് ശേഷം നമ്മുടെ വല്യപ്പച്ചൻ വിളിക്കുവാണ്. എന്നിട്ട് മോള് കിടന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല വല്യപ്പച്ച, കിടക്കാൻ സമയം ആകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെയുള്ള ആരും കിടന്നില്ല എന്ന് പറയുമ്പോൾ സ്റ്റാൻലി എന്ത് ചെയ്യുന്നു ചോദിക്കും. അന്നേരം പപ്പ റൂമിൽ തന്നെയുണ്ട്, ഇന്ന് റൂമിൽ നിന്നൊന്നും പുറത്തിറങ്ങിയില്ല, ഇത്തിരി കൂടുതൽ കുടിച്ചിട്ടും ഉണ്ട് എന്ന് പറയുമ്പം അതെന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ റീത്താമ്മ എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു, അതിനുശേഷം പപ്പ ഇങ്ങനെ എന്ന് പറയുമ്പോഴേക്കും വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവൾ വന്നെങ്കിൽ അവൻ്റെ മൂഡ് മാറിയതിന് കാരണം അവൾ ഒറ്റ ഒരുത്തിയാണ്. എവിടെയെങ്കിലും പ്രശ്നമില്ലാത്ത സ്ഥലമാണെങ്കിൽ അവൾ അവിടെ ചെന്ന് ഉരുട്ടി പ്രശ്നം ഉണ്ടാക്കി അത് തല്ലി തകർത്ത് ആകെ പ്രശ്നമാക്കും. അങ്ങനൊരു സ്വഭാവമാണ് അവൾക്ക് എന്ന് പറയുമ്പം അലീന ചോദിക്കും, അതെന്താ വല്യപ്പച്ച അങ്ങനെയെന്ന്. അന്നേരം അവൾ അങ്ങനെ ഒരുത്തിയാണ് എന്ന് പറയുമ്പോഴും അലീന ചോദിക്കുന്നുണ്ട്, റീത്താമ്മ എന്തിനാ പപ്പയുടെ വഴക്കിന് വരുന്നത്, പപ്പ എന്ത് ചെയ്തിട്ടായെന്ന് ചോദിക്കുമ്പം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവൾ അങ്ങനെ ഒരുത്തിയാണ്, അവളാണ് എൽസമ്മയും പിള്ളേരെയും നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അലീന ചോദിക്കും, അതെന്തിനാ അതൊക്കെ പപ്പ അനുവദിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതിന് അവൻ പറഞ്ഞാൽ എൽസമ്മ കേൾക്കണ്ടേ, എൽസമ്മയ്ക്ക് അവനേക്കാൾ കൂടുതൽ പ്രിയം റീത്താമ്മയോടാണ്, അതുകൊണ്ട് അവിടെയാണ് നിൽക്കുന്നത്, മക്കളും അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പം അലീന പറയും, അങ്ങനെയല്ലെന്നേ, റീത്താമ്മയുടെ കൂടെ ഇവിടെ ഒരു പെൺകുട്ടി വന്നായിരുന്നു ടെൽസ, അവൾക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്നെയും ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതിനെ നോക്കണ്ട, വേറെ 2 ഉണ്ട്, ആ 2 റീത്താമ്മയുടെ പക്ഷമാണ്, അതുപോലെ എൽസമ്മയും റീത്തമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുള്ളൂ, അവിടുത്തെ കാര്യങ്ങളെല്ലാം റീത്താമ്മയാണ് ചെയ്യുന്നത്, ഇവിടുന്ന് ഇവൻ പൈസ അയച്ചു കൊടുക്കും, പൈസ കൈകാര്യം ചെയ്യുന്നത് റീത്താമ്മയാണ്, അതുകൊണ്ട് അവൾ എല്ലാം കൈയടക്കി വെച്ചേക്കുവാണ്, അവൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാറുണ്ടല്ലോ അത് ഈ സ്റ്റാൻഡിൽ മേടിച്ചു കൊടുത്തത്, അതുപോലെ വീടും മേടിച്ചു കൊടുത്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഏതായാലും ഞാനിവിടെ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല, പപ്പയോട് വഴക്കുണ്ടാക്കി എന്നാണ് തോന്നുന്നത്, അതുപോലെ എന്നെയും കുറേ ഭീഷണിപ്പെടുത്തി 90 ദിവസത്തിനകം എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് വല്യപ്പച്ച, ഞാൻ പോകേണ്ടി വരുമായിരിക്കൂലേ എന്നിങ്ങനെ അലീന പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊന്നും സാധിക്കുന്ന കാര്യമല്ല, പിന്നെ നീ വന്നതിൻ്റെ പേരിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്, അതും സാരമില്ല എന്ന് പറയുമ്പം എല്ലാവർക്കും പ്രശ്നങ്ങളായില്ലേ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, എന്നെ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാലോ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതല്ലേ വല്യപ്പച്ച നല്ലതെന്ന് അലീന വീണ്ടും ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ അവിടുന്ന് ഒരിടത്തേക്കും പോകണ്ട, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം, അതുപോലെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്റ്റാൻലിയെ നോക്കിക്കോളും, നീ ടെൻഷൻ അടിക്കാതെ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പം അലീന പറയുവാണ്, ഞാനിവിടെ ഇല്ലെങ്കിൽ പപ്പയും മക്കളും എല്ലാവരോടും ഒരുമിച്ച് ജീവിക്കില്ലേ, അതല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കുകയില്ല, നീ അവിടെ ഇല്ലെങ്കിലും അങ്ങോട്ട് ആരും വരികയില്ല, അവൻ്റെ കൂടെ ജീവിക്കത്തുമില്ല, അങ്ങനെ ജീവിക്കാൻ റീത്താമ്മ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം അലീന പിന്നെയും ചോദിക്കുന്നുണ്ട്, അതെന്താ കാരണം, അങ്ങനെയൊക്കെ എന്തിനാ അവർ പെരുമാറുന്നത്, സ്വന്തം അനിയത്തിയുടെ ജീവിതം നന്നാകാനല്ലേ അവർ വിചാരിക്കുകയുള്ളൂ, എന്നിട്ടെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം അവളുടെ വരുമാനം നിന്നു പോകും, അതുകൊണ്ടാണ്, കാരണം ഇവിടുന്ന് സ്റ്റാൻലി അയച്ചു കൊടുക്കുന്ന പണം ഉപയോഗിച്ചിട്ടാണ് അവളും ജീവിക്കുന്നത്, അവരൊരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കേണ്ട കാര്യം വരത്തില്ലല്ലോ, അപ്പോൾ അവളുടെ വരുമാനം നിൽക്കും, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവളോട് യുദ്ധം ചെയ്ത് നിൽക്കുന്നത് ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണ്, വേറെ ആരും അവളുടെ അടുത്ത് പിടിച്ച് നിൽക്കുകയില്ല, വല്ല ആണുങ്ങളുമായിരുന്നു ഈ കാരണം തീർത്തോളം കൊടുക്കായിരുന്നു എന്നൊക്കെ പറയുവാണ് വല്യപ്പച്ചൻ. അന്നേരം അലീന ചോദിക്കും, പപ്പയ്ക്കും അവരെ പേടിയാണോ എന്ന്. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, പേടിയൊന്നുമല്ല, അവനൊരു നാക്കല്ലേ ഉള്ളൂ, അവൾക്ക് 7 ഉണ്ട്, ഒരെണ്ണം അലച്ച് മടുക്കുമ്പോൾ ബാക്കിയുള്ളത് കിടന്ന് ചിലച്ചോളും, അങ്ങനെ അവന് സംസാരിക്കാൻ പറ്റുമോ, അതുകൊണ്ടാണ്, ഏതായാലും നീ വിഷമിക്കേണ്ട, നീ കിടന്ന് ഉറങ്ങു വച്ചേ എന്ന് വല്യപ്പച്ചൻ പറയുന്നു. ഏതായാലും ഇത്തിരി വിഷമമായെങ്കിലും അലീനയും കിടക്കാൻ പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതയാണ്. ബബിത കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഫോൺ എടുത്ത് പിന്നെയും വിളിക്കുന്നുണ്ട്, കുറേ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, അയച്ചേക്ക് എടുത്ത് നോക്കുന്നുണ്ട്, അതെല്ലാം അമലിനാണ്, അവൻ ഫോൺ എടുക്കുന്നില്ല. അന്നേരം ദേഷ്യം വന്നിട്ട് ബബിത തന്നെ ഇരുന്ന് പറയുക, അവൻ എന്നെ ചത്തോ അതോ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയോ, അവന് ഫോൺ വിളിച്ചാൽ ഒന്ന് എടുത്താൽ എന്താ എന്നൊക്കെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുമ്പം അവനിങ്ങോട്ട് വിളിക്കും. എന്നിട്ട് എന്താടി നീ വിളിച്ചത്, എന്തിനാന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ, ഞാനൊരു മെസ്സേജ് അയച്ചാൽ അതിനൊരു റിപ്ലൈ പോലും തരുന്നില്ലല്ലോ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നിൻ്റെ കടയിൽ വന്നു, അന്നേരം നിന്നെ കണ്ടില്ല, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം അമൽ ചോദിക്കുവാണ്, നീ എന്തിനാ എന്നെ കാണാൻ വന്നത്, ഇനിയും നിൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി ആ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ച് തരാനാണോ, അവൾ അന്ന് എന്നെ തല തല്ലിയത്, നീ അന്ന് എന്നെ രക്ഷിക്കാൻ നോക്കിയായിരുന്നോ, ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം ബബിത ചോദിക്കും, നീ എന്താ അങ്ങനെ പറയുന്നത്, നിന്നെ ഡിഫെൻഡ് ചെയ്തത് ഞാനല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ കണ്ടായിരുന്നു, നീ അവിടെ ആ സിറ്റ് ഔട്ടിൽ നിന്ന് എന്തൊക്കെയോ കൈ കാണിക്കുന്നത് കണ്ടായിരുന്നു, ഞാൻ കൂടുതൽ അടി കൊടുക്കാനാണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് എന്നൊക്കെ പറയുവാണ്. വേറെ ഒന്നുമില്ല, അവന് ബബിതയെ ഒഴിവാക്കണം, അതിനവന് ഓരോ ന്യായങ്ങൾ പറയുന്നതാണ്, പക്ഷെ ബബിതയ്ക്ക് ഭയങ്കര സങ്കടമാണ്.
ബാബു ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നമ്മുടെ ഈ റിലേഷന് നീ ഇത്രയും വില കൊടുത്തിട്ടുള്ളോ എന്നൊക്കെ ചോദിക്കുമ്പം അവൻ പറയുവാണ്, ഞാൻ പല രീതിയിൽ ഓരോരുത്തർ ഒഴിവാക്കുന്നത് കണ്ടിട്ടുണ്ട്. നിനക്ക് എന്നെ ഒഴിവാക്കണമെങ്കിൽ അത് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി വേലക്കാരിയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചു തരുന്നു. ഇത് ഫ്രഷാട്ടോ, ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് എന്നൊക്കെ പറയുമ്പം, എടാ നീ ആവശ്യമില്ലാതെ പറയരുത്, അങ്ങനെയൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ പിന്നെയും വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതായി എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും നടക്കുകയില്ല, ഇനി ഞാൻ അങ്ങോട്ട് വരത്തുമില്ല, എനിക്ക് നിന്നെ കാണുകയും വേണ്ട എന്ന് പറയുമ്പോൾ, അതെന്താണ് നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം അവൻ പറയുന്നുണ്ട്, വേറെ ഒന്നും കണ്ടല്ല, നിൻ്റെ സ്വഭാവം എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളൊക്കെ എന്നതാ ഉദ്ദേശിക്കുന്നതെന്നും എനിക്കറിയാം എന്നൊക്കെ പറയുമ്പം, എടാ അന്ന് അലീന ചേച്ചി അങ്ങനെ ചെയ്തു എന്ന് കരുതി നീ ഉദ്ദേശിക്കുന്ന പോലും ഒന്നുമില്ല എന്ന് പറയുവാണ് ബബിത. അന്നേരം എന്നാ നീ പറഞ്ഞത് അലീന ചേച്ചിയോ? ഇതിനു മുമ്പ് നീ സംസാരിച്ചപ്പോൾ അവളെ വേലക്കാരിയായിട്ടല്ലേ എന്നെ പരിചയപ്പെടുത്തിയത്, അവളെപ്പറ്റി എന്നൊക്കെ കുറ്റം പറഞ്ഞതാണ് നീ, എന്നിട്ടിപ്പോൾ നിനക്ക് അവൾ ചേച്ചിയായോ? കൊള്ളാടി, എനിക്ക് നീ കൂടുതലൊന്നും കേൾക്കണ്ട എന്ന് പറയും. അന്നേരം അവതേട്ടൻ നീ പറയുന്നൊന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. പക്ഷെ അവൻ, എനിക്ക് നീ ഒന്നും കേൾക്കണ്ട, നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്യുവാണ്, മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി തന്നെ. അത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഏതായാലും ബബിതയ്ക്കും ആകെ വിഷമമായി. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു കയറി വരുമ്പോൾ ആൻ്റപ്പനോട് ചോദിക്കും, അലീന എഴുന്നേറ്റില്ലേ എന്ന്. എന്നാൽ എഴുന്നേറ്റു എന്നാണ് തോന്നുന്നത്. സാധാരണ ഈ സമയത്ത് അടുക്കള ഭാഗത്തൊക്കെ കാണുന്നതാണ്, ഇന്ന് അങ്ങോട്ട് വന്നില്ല എന്ന് പറയുമ്പം, അതെന്താ നീ നോക്കിയില്ലേ, അലീനയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, വിളിക്കാം എന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് വിളിച്ചോ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോവുകയാണ് സ്റ്റാൻലി. അത് കഴിഞ്ഞ് ആൻ്റപ്പനെ വിളിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്, അടുക്കളയിൽ വന്ന് ഇപ്പോൾ അലീന പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അന്നേരം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാൻലി കയറി പോകുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ കൃഷ്ണമോളെ പ്രപ്പോസ് ചെയ്യാൻ തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനെ കൃഷ്ണമോളെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം. അവന് പേടിയാണ്, അതുകൊണ്ട് അവന് ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നേക്കുവാണ്. എന്നിട്ട് അവർ വെയിറ്റ് ചെയ്ത് കൃഷ്ണ വന്നു കഴിയുമ്പോഴേക്കും അവൻ ടെൻഷൻ കാരണം കൃഷ്ണമോള് നടന്നു പോകുന്ന പോലും കാണില്ല. പക്ഷേ കൂടെയുള്ള ചേട്ടൻ കൃഷ്ണമോളെ വിളിച്ച് നിർത്തും. എന്നിട്ട് ഇവൻ എന്തോ പറയാനുണ്ട് എന്ന് പറയുവാണ്. അവൻ്റെ പേര് റോഷൻ എന്നാണ്. അന്നേരം റോഷൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ പറഞ്ഞോളും, ചേട്ടൻ എന്തിനാ പറയുന്നത്, എന്നാ റോഷൻ നിനക്ക് എന്നോട് പറയാനുള്ളത്, നീ 2 ദിവസമായിട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അവൻ പറയും. അന്നേരം കൃഷ്ണമോൾ അങ്ങോട്ട് ചോദിക്കും, ഈ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാണോ നീ വന്നത് എന്ന് ചോദിക്കും. അന്നേരം അതേന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ സമയമല്ല ഇപ്പം, നമുക്ക് നന്നായിട്ട് പഠിക്കണം, അതാ വേണ്ടത് എന്ന് പറയും. എന്നിട്ട് ആ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ നാണമില്ലേ ഇവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാൻ, വെറുതെ തല്ലി മേടിക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ ചോദിച്ചാൽ അങ്ങേരെ ഒന്ന് ഉപദേശിച്ചിട്ട് കൃഷ്ണമോൾ അങ്ങ് പോയി കഴിയുമ്പം ആ ചേട്ടൻ റോഷനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ, ഇതിനെയാണോ നീ പ്രപ്പോസ് ചെയ്യാൻ വന്നത്, അതിനെന്താ അഹങ്കാരമാടാ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുക, അങ്ങനെ അഹങ്കാരമൊന്നുമില്ല കൃഷ്ണജി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന്. അന്നേരം ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലോ, മര്യാദയ്ക്ക് വണ്ടി കയറുക എന്ന് പറഞ്ഞ് കയറി അവരങ്ങ് പോകുന്നു. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയെ തന്നെയാണ്. സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. ഭയങ്കര വിനയപൂർവ്വം ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പൗലോസ്. അന്നേരം അലീന വന്നിട്ടില്ല. എന്താ അലീന വരാത്തതെന്ന് ചോദിക്കുമ്പം ആൻ്റപ്പൻ പറയും, ഞാൻ വിളിച്ചായിരുന്നു, ഉപവാസമാണ് എന്നാ പറഞ്ഞത് എന്ന്. എന്നാൽ ഇന്ന് ആരുടെയും പ്രത്യേകിച്ച് തിരുനാളോ അങ്ങനെയൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഉപവാസം എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല എന്ന് പറയും. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് പൗലോസിനോട്, ഇപ്പം അലീന അടുക്കളയിൽ വരാറുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ എന്ന്. അന്നേരം ഇല്ല എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതേതായാലും കൊള്ളാം, പക്ഷേ നീ മര്യാദയ്ക്ക് നിന്നോണം, അനുസരണയോട് കൂടി നിന്നോണം, ആവശ്യമില്ലാതെ അവളെയും ഉപദേശിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും നീ ചെന്നേക്കരുതെന്ന് പറയുമ്പോൾ, അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തുകൊണ്ടോ എന്നെ അങ്ങ് ഇഷ്ടമല്ല അലീന കുഞ്ഞിന്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം, അങ്ങനെയൊന്നും പെരുമാറുന്ന ആളല്ല അവൾ, നീ വെറുതെ പറയണ്ട എന്ന് പറയുമ്പം, എന്താണെന്ന് അറിയത്തില്ല, കണ്ടപ്പോൾ തൊട്ട് എന്നെ ആ കുഞ്ഞിന് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മര്യാദയ്ക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് സ്റ്റാൻലി ഉപദേശിക്കുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.